ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ 5ാം ക്ലാസ്സിലെ മാത്സ് പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് മട്ടങ്ങൾ ചേരുമ്പോൾ എന്നൊരു പ്രവർത്തനമാണ് കേട്ടോ. മട്ടത്തിന്റെ ഒരു മൂല ഉപയോഗിച്ച് വരച്ച ഒരു കോൺ നോക്കൂ. ഇതാണ് കോൺ. ഏതാണ്? മട്ടത്തിന്റെ ഒരു മൂല വെച്ചിട്ട് വരച്ച ഈ ഒരു കോൺ. മട്ടത്തിന്റെ ഇതേ മൂല ഒരു കോണിന്റെ ഒരു അരികിനോട് അതായത് വശത്തോട് ചേർത്ത് വെച്ച് മറ്റൊരു കോൺ വരയ്ക്കാം. ഇതേപോലെ വേറൊരു കോൺ വരച്ചു അല്ലെ. അപ്പൊ ചിത്രത്തിൽ എത്ര കോണുണ്ട്? ഇത് ഒരു കോണ്, പിന്നെ ഇത് രണ്ടാമത്തെ കോണ്, മൂന്നാമത്തെ കോൺ ഉണ്ടോ? ഇത് മൂന്നാമത്തെ കോൺ. അപ്പൊ എത്ര കോണുണ്ട്? 3 കോണുകളാണുള്ളത്. ഈ 3 കോണുകളെയും വേർതിരിച്ച് പറയാൻ നമുക്ക് കോണുകൾക്ക് പേരിടാം അല്ലെ. അപ്പോ എ, ബി, സി, പി. അപ്പോ ആദ്യം വരച്ച കോൺ ഏതാണ്? CAB അല്ലെ. CAB എന്നാണ് ആദ്യത്തെ കോണിന്റെ പേര്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? BAC അല്ലെ. തിരിച്ചും പറഞ്ഞൂടെ? BAC എന്നും പറയാം, അല്ലെങ്കിൽ CAB. ഈ A എന്ന് പറഞ്ഞ കോൺ നടുവിൽ വരണം എന്ന് മാത്രം. രണ്ടാമത് വരച്ച കോൺ ഏതാണ്? PAC അല്ലെ. PAC. PAC. ഇതാണ് രണ്ടാമത് വരച്ചത്. ഇത് ആദ്യം വരച്ച കോണ്, ഇത് രണ്ടാമത് വരച്ച കോണ്. അപ്പൊ അതിനെ വേറെ എങ്ങനെ പറയാം? CAP എന്നും പറയാം അല്ലെ. PAC എന്നും പറയാം, CAP എന്നും പറയാം. മൂന്നാമത്തെ വരച്ച കോണിന്റെ പേര് ഏതാണ്? മൂന്നാമത്തെ കോണിന്റെ പേര് ഏതാണ്? PAB അല്ലെ. ഏതാണ് ഈ കോൺ? PAB. ഇതാണ് ആ കോൺ. ഓക്കെ. ഈ 3 കോണുകളിൽ ഏറ്റവും വലിയ കോൺ ഏതാണ്? ഏത് കോണാണ് ഏറ്റവും വലിയ കോണ്? ഇതാണ് അല്ലെ ഏറ്റവും വലിയ കോണ്. ഏറ്റവും ചെറിയ കോൺ ഏതാണ്? ഇതായിരിക്കും ഏറ്റവും ചെറിയ കോൺ അല്ലേ? ആണോ? മട്ടത്തിന്റെ മൂലകൾ ഉപയോഗിച്ച് വരച്ച കോണുകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ABC, DEF, GHI, OMN. അപ്പൊ ഇതൊക്കെ മട്ടത്തിന്റെ മൂലകൾ ഉപയോഗിച്ച് വരച്ച കോണുകളാണ്. അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ജോയിനിങ് ആംഗിൾസ്. ലുക്ക് അറ്റ് ദിസ് ആംഗിൾ drawn using the corner of a set square. അപ്പൊ ഈ ഒരു കോർണർ കണ്ടോ? സെറ്റ് സ്ക്വയറിന്റെ ഒരു കോർണർ വെച്ച് വരച്ച ഒരു ആംഗിൾ ആണ്. With the same corner again draw another angle on the top like this. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു ആംഗിൾ വരയ്ക്കാം. അപ്പൊ ഇപ്പൊ എത്ര ആംഗിൾസ് ആണുള്ളത്? ഇത് 1 angle, this is second angle, this is third angle അല്ലെ. അപ്പൊ 3 angles ഉണ്ട് ഇപ്പൊ ഈ ഒരു മീൻസ് ഒരു ആംഗിൾ. 3 angles ആണ് ഇപ്പൊ നമ്മൾ വരച്ചത്. To talk about these 3 angles, let's give them names. നമുക്ക് ഈ ഒരു ആംഗിൾസിന്റെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്ന് പേര് കൊടുക്കാം ട്ടോ. അപ്പൊ ഫസ്റ്റ് ആംഗിൾ we drawn could be called as CAB അല്ലെ. ആദ്യം ഈ ആംഗിൾ ആണ് നമ്മൾ വരച്ചത്, CAB. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? BAC എന്നും പറയാം. ഓക്കെ. സെക്കൻഡോ? This is second, PAC അല്ലെങ്കിൽ CAP. ഇത് ഫസ്റ്റ് ആംഗിൾ, ഇത് സെക്കൻഡ് ആംഗിൾ. ഇനി തേർഡ് ആംഗിൾ എങ്ങനെയാണ്? PAB അല്ലെ. അതാണ് തേർഡ് ആംഗിൾ. PAB, തേർഡ് ആംഗിൾ. ഇതിലെ ഏതാണ്? Which of these 3 is the largest? ലാർജസ്റ്റ് ഏതായിരിക്കും? Yes, PAB ആണ് ലാർജസ്റ്റ് അല്ലെ. PAB എന്ന ആംഗിൾ ആണ് ലാർജസ്റ്റ്. സ്മോളസ്റ്റ് ഏതായിരിക്കും? സ്മോളസ്റ്റ്. യെസ്, ഇത് 1 is the smallest അല്ലെ. 1 ആണ് സ്മോളസ്റ്റ്. ഇതിലെ ഈ 3 ആംഗിൾസിലും സ്മോളസ്റ്റ് ഏതാണ്? CAB അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ. ഫസ്റ്റ് നമ്മൾ വരച്ച ആംഗിൾ. We can draw the first angle within the second. അതായത് ഫസ്റ്റ് ആംഗിൾ, ആദ്യം നമ്മൾ വരച്ച ആംഗിൾ ഉണ്ടല്ലോ, അത് ഇതിന്റെ ഉള്ളിൽ വരയ്ക്കാം, സെക്കൻഡിന്റെ ഉള്ളിൽ. അപ്പൊ ഫസ്റ്റ് 1 is smaller than second. ഒന്നാമത്തെ നമ്മൾ ആദ്യം വരച്ച ആംഗിൾ ആണ് രണ്ടാമത്തേതിനെ കാട്ടിയും ചെറുത്.
Some angles are shown below. ABC, DEF, GHI, OMN. ഇതൊക്കെ വരച്ചിട്ടുള്ള കുറച്ച് ആംഗിൾസ് ആണ് കേട്ടോ. ഇനി ചിത്രത്തിൽ എത്ര കോണുകളുണ്ട് നമുക്ക് എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7. അപ്പൊ എത്ര കോണുകളുണ്ട്? 7 കോണുകൾ. How many angles are there in this picture? എത്ര ആംഗിൾസ് ഉണ്ട് ഈ ഒരു പിക്ചറിൽ നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7. There are 7 angles in this picture. The floor plan of a house is shown on the right. അതായത് ഒരു ഫ്ലോർ പ്ലാൻ, വീടിന്റെ ഫ്ലോർ പ്ലാൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 meters in the actual floor is taken as 1 centimeter in this plan. ഈ ഒരു പ്ലാനിൽ എങ്ങനെ വരച്ചിരിക്കുന്നത്? 2 സെന്റിമീറ്റർ 2 മീറ്റർ ഒക്കെ 1 സെന്റിമീറ്റർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? Can you draw it in your notebook taking 1 centimeter for 1 meter? 1 സെന്റിമീറ്റർ 1 മീറ്റർ ആയിട്ട് ചെയ്യാം കേട്ടോ. 1 മീറ്ററിന് പകരം 1 സെന്റിമീറ്റർ. അപ്പോൾ 3 മീറ്ററിന് പകരം 3 സെന്റിമീറ്റർ, 4 മീറ്ററിന് പകരം 4 സെന്റിമീറ്റർ, 6 മീറ്ററിന് പകരം 6 സെന്റിമീറ്റർ. എളുപ്പല്ലേ നിങ്ങൾക്ക്? 5 മീറ്ററിന് പകരം 5 സെന്റിമീറ്റർ കേട്ടോ. അപ്പൊ ഇതുപോലെ നോക്കിയിട്ട് വരച്ച് നോക്കുക. മട്ടം ഒക്കെ നോക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളിത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മട്ടം അതായത് ഉപയോഗിച്ച് സ്ക്വയർ ഒക്കെ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ എല്ലാവരും ഇത് വരച്ച് നോക്കുക കേട്ടോ. നോട്ട്ബുക്കിൽ ഈസിയാണ്, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. ഓക്കെ. ഒരേപോലെയുള്ള 2 മട്ടങ്ങൾ ചേർത്ത് വെച്ച ഒരു രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ചതുരത്തിന്റെ വശങ്ങളുടെ സവിശേഷത എന്താണ്? എന്താണ് വശങ്ങളുടെ സവിശേഷത? വശങ്ങളെല്ലാം തുല്യമാണ് അല്ലേ. തുല്യമാണ്. കണ്ടോ, 7 സെന്റിമീറ്റർ, ഇവിടെയും 7 സെന്റിമീറ്റർ, ഇവിടെ 7 സെന്റിമീറ്റർ, ഇവിടെയും 7 സെന്റിമീറ്റർ. അപ്പൊ വശങ്ങളെല്ലാം തുല്യമായിട്ടുള്ള ഒരു ചതുരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ത്രികോണത്തിന്റെ മട്ടങ്ങൾ ചേർന്ന മറ്റൊരു രൂപം ഇതാ. ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ സവിശേഷത എന്താണ്? എന്തായിരിക്കും വശങ്ങളുടെ സവിശേഷത? ഇതിന്റെ സവിശേഷത എന്താണ്? ഒരേ നീളമാണ് അല്ലേ. വശങ്ങളെല്ലാം തുല്യമായിട്ടുള്ള ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റ് സ്ക്വയർ ഫൺ. The picture shows 2 set squares of the same type put together. ഒരേപോലെയുള്ള 2 സെറ്റ് സ്ക്വയർ ഒരുമിച്ച് വെച്ചിട്ടുള്ളതാണ്. What is the speciality of this rectangle? ഈ റെക്ടാംഗിളിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? This is സെയിം സൈസ് ആണ്, സെയിം ലെങ്ത് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ this is a square എന്ന് പറയാം അല്ലെ. സ്ക്വയർ ആണ്. 2 set squares of this other kind can be put together like this. What is the speciality of this triangle? ഇതേപോലെ കണ്ടോ, 2 സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്താണ്? വശങ്ങളൊക്കെ തുല്യമാണ് അല്ലെ. എല്ലാം തുല്യമാണ് എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും അത് കമന്റിൽ അറിയിക്കുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് കൂട്ടുകാർ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരുകളൊന്ന് വായിക്കുകയാണ് കേട്ടോ. ശ്രീനന്ദ, നിദ നസ്രിൻ, കാർത്തിക് PR. ഇത്രയും പേരാണ് നമ്മളോട് പേര് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.